Hi everyone, welcome to another episode in Chennai. ഇപ്പം ഞങ്ങൾ ട്രെയിനിലാണുള്ളത്. വി ആർ അബൌട്ട് ടു റീച്ച് ചെന്നൈ. 2 days അപ്പം ഞങ്ങൾ ചെന്നൈയിലുണ്ടാവും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ രാവിലെ ഹോട്ടലിലെത്തി, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി. സോ വി ആർ ഹെഡിങ് ടു ബെസന്റ് നഗർ ബീച്ച്. നമ്മളിപ്പോൾ ആദ്യം കണ്ട ബീച്ച് മറീന ബീച്ചാണ്. വേൾഡ്സ് ലോങ്ങസ്റ്റ് urban ബീച്ചാണ്. ബെസന്റ് നഗർ ബീച്ചിലെത്തി ഫസ്റ്റ് ഞങ്ങൾ തന്തൂരി ചായ കുടിച്ചു. പിന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മൾ ഐക്കോണിക് സ്പോട്ടായ ദാസിൻ്റെയും വിജയൻ്റെയും ദുബായ് ആണ് കാണുന്നത്. സോ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സ് എടുത്തു. ഭയങ്കര ക്രൗഡഡ് ആണ് ഈ ബീച്ച്. ആക്ച്വലി നമ്മുടെ ഗോവയിലെ ബീച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ക്രൗഡഡ്. സമ്മർ ആയതുകൊണ്ട് തന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് അവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാംഗോ വാങ്ങി. നല്ല പച്ച മാങ്ങയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ നടന്നപ്പോൾ അവിടെ കോൺ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റീം മെയ്ഡായിട്ടുള്ള കോണാണ് വാങ്ങിച്ചിരിക്കുന്നത്. തന്തൂരി കോൺ ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണെന്നേ വിചാരിക്കുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ ബേൽപൂരിയോട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബേൽപൂരി ഒന്ന് ഓർഡർ ചെയ്തു. ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ്സ് എപ്പം കണ്ടു കഴിഞ്ഞാലും പണ്ടത്തെ ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ ഡേയ്സ് ഓർമ്മ വരും. വിശക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങനെ അവിടെ നല്ല ഫ്രഷ് മീൻ വെക്കുന്നുണ്ടായിരുന്നു. കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ കണ്ടു. ഞങ്ങൾ ഓർഡറൊന്നും ചെയ്തില്ല. എവിടെ പോയാലും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ രാത്രിയായിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ടി നഗറിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ടി നഗർ എത്തി. അവിടെ ഷോപ്പിങ്ങിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികവും ഇവിടെ റെൻ്റൽ ജ്വല്ലറീസും കല്യാണത്തിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ജ്വല്ലറീസ്, ഇമിറ്റേഷൻ ഗോൾഡൊക്കെയാണ്. പിന്നെ കുറേ ഡ്രസ്സും സ്ലിപ്പേഴ്സ്, ഷൂസ്, അതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും അല്ലാത്ത ഷോപ്പുകളും, ഫ്രം ചീപ്പ് ടു എക്സ്പെൻസീവ്, അഫോർഡബിൾ ആയിട്ടുള്ളതും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മളൊരു ബുക്ക് സ്റ്റോൾ കണ്ടു. അവിടെ നിന്നൊരു ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്തു. അങ്ങനെ കുറേ നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. നടന്ന് തളർന്നുകൊണ്ട് തന്നെ കരിക്ക് കണ്ടപ്പോൾ ഞങ്ങളൊരു കരിക്ക് കുടിക്കാമെന്ന് കരുതി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ളൊരു അമ്പൂർ ബിരിയാണിയിൽ പോയി. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ 65 ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. സോ ഗുഡ് നൈറ്റ്. Day 2 ഇൻ ചെന്നൈ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങൾ എവിടുന്ന് ഫുഡ് കഴിക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സംഗീത വെജ് ഹോട്ടൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് കേട്ടത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഇഡ്ലി വട ഡിപ്പും, സച്ചിൻ ഓർഡർ ചെയ്തത് പൊടി ഗീ റോസ്റ്റും ആണ്. ഞാനൊരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. അപാരം ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഇത്രയും നാൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര റഷായിരുന്നു ഇവിടെ. എപ്പോഴും നല്ല തിരക്കാണ് ഈ കടയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു അപ്പൂപ്പൻ കുറേ ജ്വല്ലറീസും ഫാൻസി ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. അപ്പം ഞാൻ എൻ്റെ നീസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും ചേച്ചിക്ക് എനിക്കും വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ മഹാബലിപുരത്തേക്ക് പോവുകയാണ്. സോ അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂൺറേക്കേഴ്സിലെത്തി. മൂൺറേക്കേഴ്സ് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്ലേസാണ്. മൂൺറേക്കേഴ്സ് ഇസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടു ട്രൈ സീ ഫുഡ്. ഈ പ്ലേസിൽ നമുക്ക് ഏതൊരു സീ ഫുഡ് വേണമെങ്കിലും, വലിയ ക്രാബ്, ലോബ്സ്റ്റേഴ്സ്, പ്രോൺസ്, എല്ലാ ടൈപ്പ് ഓഫ് ഫിഷസും കിട്ടും. ആൻഡ് ദ ബെസ്റ്റ് വൺ ഈസ് ലൈം സോഡ. ഇവിടുത്തെ ലൈം സോഡ ഈസ് വൺ ഓഫ് ദ ഫേമസ് ആൻഡ് എ മസ്റ്റ് ട്രൈ. സോ ഞാൻ ഓർഡർ ചെയ്തത് റൈസ് ആൻഡ്
ഫിഷ് കറി മീൽസ് ആയിരുന്നു. ആൻഡ് വി ഓർഡേഡ് എ സീ ഫുഡ് പ്ലാറ്റർ. അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ നേരെ പോണത് കുറച്ച് മോണ്യുമെൻറ്റ്സ് കാണാനാണ്. എ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് അറ്റ് മഹാബലിപുരം. സോ പോണ വഴി നമ്മൾ കുറേ സ്കൾപ്ചേഴ്സും സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകൾ കണ്ടു. ഇറ്റ്സ് ഫേമസ് ഫോർ സ്കൾപ്ചർ ആർട്സ്. ആദ്യം നമ്മൾ പോണത് ഇന്ത്യൻ സീഷൽ മ്യൂസിയം ആണ്. അത് കഴിഞ്ഞാണ് മോണ്യുമെൻറ്റ്സിൽ പോണത്. സോ ആദ്യം തന്നെ മിനറൽ മ്യൂസിയം ആണ്. ഇറ്റ്സ് സോ ഹ്യൂജ്. സോ അതിൻ്റെ ഉള്ളിൽ ഫുൾ സീഷൽ വെച്ചിട്ട് കുറേ സ്റ്റാച്യൂസും അങ്ങനെ കുറേ ആർട്ട് വർക്ക്സും എല്ലാം ഉണ്ട്. ഇത്രയും വെറൈറ്റീസ് ഓഫ് സീഷൽസും പേൾസും എല്ലാം ഉണ്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് സോ ഹ്യൂജ്. ലൈക്ക് നമ്മൾ കാണാത്ത പലതരം അണ്ടർ വാട്ടർ ഐറ്റംസും അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസും കണ്ടു. അപ്പോൾ അവിടെ പെഡിക്യൂറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഫിഷ് പെഡിക്യൂർ. പിന്നെ നമ്മൾ ജേർണി ഓഫ് പേൾസ് എന്ന് പറയുന്നൊരു മ്യൂസിയത്തിലേക്കാണ്. വെറൈറ്റി ഓഫ് പേൾസ്, നമ്മളെ പേൾ മാലയിലൊക്കെ ഇടുന്ന ദ ഒറിജിനൽ പേൾസിൻ്റെ മ്യൂസിയമാണ്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പേൾസ്, ഡിഫറെൻറ്റ് സൈസ് ഓഫ് പേൾസ് എല്ലാം കണ്ടു. അങ്ങനെ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി പിന്നെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റം ഒക്കെയുള്ള ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോയി. അവിടെ തന്നെയുള്ള മ്യൂസിയത്തിൽ തന്നെയുള്ള. സോ അവിടെ ഷെല്ലും പേൾസൊക്കെ വെച്ചിട്ട് ഫുൾ ജ്വല്ലറി, പിന്നെ ഹോം ഡെക്കോർ എല്ലാം ഉള്ള അങ്ങനത്തെ ഒരു ഷോപ്പായിരുന്നു അത്. മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ക്വയറ്റ് എക്സ്പെൻസീവ്. സോ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മോണ്യുമെൻറ്റ്സിലേക്കാണ് പോയത്. നമ്മൾ ആദ്യം തന്നെ പോണത് പഞ്ചരഥാസ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ടെമ്പിളാണ്. പിന്നെ നമ്മൾ ഷോർ ടെമ്പിളിൽ പോകുന്നുണ്ട്. പിന്നെ അർജുനാസ് പെനൻസ് ആൻഡ് ബട്ടർ ബോൾ, കൃഷ്ണാസ് ബട്ടർ ബോൾ. പഞ്ചരഥാസ് ഒരു മോണോലിത്തിക് ഇന്ത്യൻ റോക്കറ്റ് ആർക്കിടെക്ചറാണ്. ഗ്രാനൈറ്റ് ബിൽഡപ്പ്. ദീസ് ഓൾ ആർ എ പാർട്ട് ഓഫ് യുനെസ്കോ heritage site, and this is short temple made up of blocks of granite during the 8th AD century. ഒരു സൈഡിൽ മഹാബലിപുരം ബീച്ചാണ് വന്നിരിക്കുന്നത്. സോ ദിസ് വൺ ഈസ് അർജുനാസ് പെനൻസ്. ഇതും അങ്ങനെ തന്നെ റോക്ക് സ്കൾപ്ചേഴ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ കൃഷ്ണാസ് ബട്ടർ ബോൾ. ആൻഡ് അതിപ്പോഴും ഭയങ്കര ആശ്ചര്യം തോന്നും ആ ബോൾ ആയിട്ട് ആ സ്റ്റോൺ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ. സോ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ മോണ്യുമെൻറ്റ്സ് കവേർഡായി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുറേ അങ്ങനത്തെ സ്കൾപ്റ്റഡ് ടെമ്പിൾസൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങൾ വന്നു. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് വി ആർ ഹെഡിങ് ടു ഗോവ. സോ ട്രെയിൻ എടുത്ത് ഞങ്ങൾ ചെന്നൈ ടു ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ലോങ് ജേർണി. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.